All right, guys. Let me tell you. ഞാൻ ഇന്ന് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവരിവിടെ കൊണ്ടുവന്ന് ഇവരെല്ലാവരും ഇവിടെ വരുമ്പോൾ ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്കറിയാമോ? അതായത് കുറച്ചേറെ ചരിത്ര മുഹൂർത്തങ്ങളാണ്. ഹിസ്റ്ററി ഈസ് ബീങ് മെയ്ഡ് ഓൺ ദിസ് സ്റ്റേജ് ആസ് ഐ സ്പീക്ക്. For the first time ever in the history of Malayalam cinema, the pre-release launch is happening in Europe. And not just Europe, in Dublin. And അത് കാണുന്ന ക്രൗഡ് ആരാന്നറിയോ? നിങ്ങൾ ഓരോരുത്തരും. So everybody who loves Towino, make some noise and let's welcome Towino Thomas onto the stage. Towino! 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 ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു ഫോട്ടോ താഴെ കിടന്ന് ചവിട്ടുള്ളൂ. ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു ഫോട്ടോ താഴെ കിടന്ന് ചവിട്ടുള്ളൂ. ഒരു ഇച്ചിരി കൂടി ബഹളം വെച്ചാൽ കേക്കട്ടെ. എന്തിനാന്ന് പറഞ്ഞുതരാ. ടൊവിനോ തുടങ്ങണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞേ തുടങ്ങാൻ പാടുള്ളൂ. കാരണം ഏത് ക്രൗഡിൽ ചെന്നാലും എനിക്ക് ടൊവിനോ കൊണ്ട് അത് പറയിച്ചേ തുടങ്ങാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ പുള്ളി അത് പറയൂ. ആരാധകരെ ശാന്തരാകുമെന്ന് പറഞ്ഞു തുടങ്ങണം. വേണ്ടേ? കുറച്ചുകൂടി ബഹളം വെച്ചു, അപ്പൊ അവർ പറയും ആരാധകരെ ശാന്തരാകുവിൻ, ആരാധകരെ ശാന്തരാകുവിൻ പ്ലീസ്. മതി, ഇനി തുടങ്ങിക്കോ. ഹലോ, കലക്കൻ എനർജിയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്നും സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മളെപ്പോഴും നമ്മളുടെ സിനിമയുടെ പ്രൊമോഷനോ അതല്ലെങ്കിൽ എന്ത് ഇവൻറ്റിന് പോകുമ്പോഴാണെങ്കിലും നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് തരുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഈ കലാജീവിതത്തിൽ ഏറ്റവും ഓർത്തു വയ്ക്കാനായിട്ട് എപ്പോഴും ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതുപോലെ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ ഈ എനർജിയും സന്തോഷവും അതിൻ്റെ ഒപ്പം ഒരു ട്രിബ്യൂട്ടായിട്ട് സപ്തസ്വര അവരെ അവതരിപ്പിച്ച ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ ആ സമയം കൊണ്ട് ഇത് സെറ്റ് ചെയ്ത് ഇവിടെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചവർക്ക് ഒരുപാട് നന്ദി. ഇതിൻ്റെ സ്പോൺസേഴ്സും മോൺസിയേട്ടനും വിനോദേട്ടനും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തരുന്ന ഈ ഒരു സ്നേഹം ഞങ്ങൾ എന്നും ഓർത്തു വയ്ക്കുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഈ സിനിമയുടെ വളരെ കുറച്ച് കണ്ടന്റുകളെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. ഒരു 3-4 പോസ്റ്റേഴ്സും ഒരു ടീസറും ഒരു ട്രെയിലറും അത്രേ വന്നിട്ടുള്ളൂ ഈ സിനിമയുടെ. പക്ഷെ നമ്മൾ കുറേ സിനിമകൾ ചെയ്തിട്ടും ഞാനിപ്പോൾ ഇത് എൻ്റെ 50ാമത്തെ റിലീസാണ് കേട്ടോ. ആ അല്ല, ചെറിയ വേഷങ്ങളൊക്കെ തുടങ്ങി. ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ വേഷങ്ങളും ഗസ്റ്റ് അപ്പിയറൻസസും വില്ലൻ വേഷങ്ങളും നായകൻ വേഷങ്ങളും എല്ലാം കൂടെ കൂട്ടി ഇത് 50ാമത്തെ സിനിമയാണ് ഞാൻ ഭാഗമായിട്ട് റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഇത്രയും കണ്ടന്റ് പുറത്തു വന്നിട്ടുള്ളൂ. എന്നിട്ടും ഈ സിനിമയിൽ നിങ്ങൾ വയ്ക്കുന്ന പ്രതീക്ഷയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞങ്ങൾ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. താങ്ക് യു, ലവ് യു ടു. ജിതിനും ഞാനേ പണ്ട് താങ്ക് യു. ഹലോ, അപ്പോഴേ ഞാൻ പണ്ട് കൂതറ എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് അവിടെ സണ്ണി വെയിൻ ഉണ്ടായിരുന്നു, ഭരത് ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് പ്രധാനമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അത് സണ്ണീനെയും ഭരതിനെയും എല്ലാവർക്കും അറിയാം. എന്നെ അധികം ആൾക്കാർക്ക് അറിയുകയില്ല. പോരാത്തതിന് ആദ്യത്തെ പടം കഴിഞ്ഞപ്പോൾ ലുക്ക് മാറ്റി എല്ലാ പടത്തിലും വേറെ വേറെ ലുക്ക് വരുന്ന ജോണിയുടെ പാവൻ ശ്രമിച്ച് എന്നെ ആദ്യത്തെ 5 പടത്തിന് ആർക്കും മനസ്സിലായിട്ടില്ല. എല്ലാം ഇതാ പുതിയൊരു പുതുമുഖം എന്ന് പറഞ്ഞിട്ടാണ് 5 കൊല്ലം 5 പടത്തിനുണ്ടായിരുന്നത്.
അപ്പോൾ ഈ കൂതരയുടെ ഷൂട്ടിൻ്റെ സമയത്ത് സണ്ണിയുടെയും ഭരതൻ്റെയും കൂടെ ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ നടുക്ക് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒറ്റയ്ക്ക് നിന്ന എൻ്റെ അടുത്ത് ജിതിൻ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഏകദേശം ആ സമയത്താണ് ഞങ്ങളുടെ ഒരു സൗഹൃദം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 2017 ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയം മുതൽ അതിനു മുമ്പേ ജിതിനും ഈ സിനിമയുടെ റൈറ്റർ സുജിത്തേട്ടൻ ഇവർ രണ്ടുപേരും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ 8 വർഷമായിട്ട് ജിതിൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതുമുഖ സംവിധായകനാണോ നിങ്ങളുടെ സംവിധായകൻ എന്ന് ചോദിച്ചാൽ അതെ, അയാൾ പുതുമുഖമാണ്. പക്ഷെ ഈ സിനിമയിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒട്ടും എളുപ്പമുള്ള ജോലി ആയിരുന്നില്ല നമുക്ക് ഈ സിനിമ നന്നായി എടുക്കുക എന്ന് പറയുന്നത്. കാര്യം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, ഓരോ സിനിമയും എടുക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റും ഏറ്റവും കൂടുതൽ കലാമൂല്യവും ഒക്കെ ഉള്ള സിനിമകളായിരിക്കണം. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മിന്നൽ മുരളിക്കൊക്കെ ശേഷം കൂടുതൽ ആളുകൾ നമ്മളുടെ സിനിമകൾ കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അറിയില്ലാത്ത കാര്യങ്ങൾ പഠിക്കണം. അഭിനയം തീരെ അറിയില്ലെന്നല്ല, പക്ഷെ അഭിനയത്തിൻ്റെ എനിക്കൊക്കെ അറിയാവുന്നതിനേക്കാളും ഒരുപാട് വലുതാണ് ഈ അഭിനയം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേശ്ശെ പഠിക്കുക എന്നുള്ളത് നാളെ കുറച്ചും കൂടി ഒരു ബെറ്റർ ആക്ടർ ആവാനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ചെയ്യാനും പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ കളരി എനിക്കറിയില്ലായിരുന്നു, കളരി പഠിച്ചു. അഭിനയം ഞാൻ ആദ്യമായിട്ടാണ് 3 കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയാത്ത കാര്യമാണ്. അത് പഠിക്കണം എന്നെനിക്ക് തോന്നിയതിന് കാരണവും നിങ്ങളെ കാണിച്ച സ്നേഹവും പ്രതീക്ഷയുമാണ്. അതിനെ നിങ്ങളെ നിരാശപ്പെടുത്തരുത് എന്നുള്ളത് തന്നെയാണ്. ആത്യന്തികമായിട്ട് നമുക്ക് താങ്ക് യു ആത്യന്തികമായിട്ട് നമ്മൾ കലാകാരന്മാർക്ക് പണവും പ്രശസ്തിയും ഒക്കെ തരുന്നതിനേക്കാൾ ഒരുപാട് സന്തോഷം തരുന്നുണ്ട് നിങ്ങളുടെ ഈ സ്നേഹം. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. താങ്ക് യു. പിന്നെ ഞങ്ങളുടെ മാണിക്യം, അതായത് ഞാൻ ആദ്യം ABCD എന്നുള്ള സിനിമയിൽ പുതിയ പയ്യനായിട്ട് ഇങ്ങനെ നാണിച്ച് നിന്നിരുന്ന എന്നെ പിടിച്ച് റാഗ് ചെയ്തിട്ടുള്ള എൻ്റെ സീനിയറാണ് കേട്ടോ. അതെ, റാഗ് ചെയ്ത സുരഭിയെ നായികയാക്കി പ്രതികാരം ചെയ്തിട്ട് പക്ഷെ ജോക്സ് അപ്പാർട്ട് ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ളതാണ്. ഞങ്ങൾ തീവണ്ടിയിലും ഈ മൊയ്തീനിലും ഈ സിനിമയിലും ABCDയിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിലും അതിനേക്കാളും കൂടുതൽ ഓരോ സിനിമയും കണ്ടു കഴിഞ്ഞിട്ട് സിനിമ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയൊന്നുമില്ല. പക്ഷെ നന്നായിട്ടുണ്ടെങ്കിൽ വിളിച്ച് അത് നന്നായിട്ടുണ്ട്, ഇന്ന ആസ്പെക്ട് നന്നായിട്ടുണ്ട്, ഇത് ബെറ്റർ ആകാമായിരുന്നു എന്നൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മളുടെ ഒരു പ്രൊഫഷണൽ കാര്യങ്ങളെ നമ്മളുടെ ക്രാഫ്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വളരെ അടുത്ത സുഹൃത്താണ് സുരഭി. ഈ സിനിമയുടെ സമയത്താണ് സുരഭി ചേച്ചി മാറ്റി സുരഭി ആക്കിയത്. അതല്ല, പക്ഷെ സീരിയസ്ലി ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ആക്ടർക്ക് ക്യാമറയുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്നൊരു മാജിക് കാണിക്കുന്ന അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ അത് അവരുടെ പെർഫോമൻസ് റെസിപ്രോക്കേറ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ പെർഫോമൻസ് നന്നാവും. അപ്പോൾ അങ്ങനെയുള്ള ഗംഭീര ആക്ടേഴ്സുള്ള നല്ല കലക്കൻ ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസ് ഉള്ള നമ്മളുടെ കൊക്കിലൊതുങ്ങാവുന്ന ബഡ്ജറ്റിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാതിരുന്ന ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്കെയിലിൽ ആണ് ഞങ്ങൾ ഈ സിനിമ എടുത്തു വയ്ക്കണമെന്ന് ആഗ്രഹിച്ചത്. അത് ഏകദേശമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം, ഒരു സിനിമ ഇന്ത്യക്ക് പുറത്ത് നമ്മൾ മാക്സിമം ദുബായിലും ചിലപ്പോൾ ഒരു ഖത്തറിലും പിന്നെ ഒരു സൗദിയിലും ഒക്കെയാണ് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ അയർലൻഡിൽ നമ്മളിവിടെ ഒരു പരിപാടി വെച്ചാൽ വരാൻ ആളുണ്ട്. വെറുതെ വന്ന് ഇരിക്കുകയല്ല, നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനിയും പ്രൊമോഷനൊക്കെ വേണ്ടി ഇവിടെ വരാം അല്ലേ? താങ്ക് യു. അപ്പൊ ഗംഭീര സിനിമകളുമായിട്ട് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതെ. ഈ സിനിമ ഞങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞങ്ങൾക്കേ അറിയൂ. ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരമായിട്ടൊന്നുമല്ല, തുറന്ന മനസ്സോടെ നല്ല ക്ലിയർ മൈൻഡിൽ 3Dയിൽ ഈ സിനിമ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളാണ് കൂടുതൽ. താങ്ക് യു.